ഒന്ന് ദിനവൃത്താന്തം അധ്യായം 17. നാഥാന്റെ പ്രവചനം. ദാവീദ് കൊട്ടാരത്തിൽ വസിക്കുമ്പോൾ പ്രവാചകനായ നാഥാനോട് പറഞ്ഞു, ഞാൻ ദേവദാരു നിർമ്മിതമായ കൊട്ടാരത്തിൽ വസിക്കുന്നു, എന്നാൽ കർത്താവിൻ്റെ പേടകം കൂടാരത്തിലാണ്. നാഥാൻ ദാവീദിനോട് പറഞ്ഞു, നീ വിചാരിക്കുന്നത് പോലെ ചെയ്യുക, ദൈവം നിന്നോട് കൂടെയുണ്ട്. എന്നാൽ ആ രാത്രിയിൽ കർത്താവ് നാഥാനോട് അരുളി ചെയ്തു, എൻ്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുകയില്ല. ഇസ്രായേലിനെ നയിക്കാൻ തുടങ്ങിയതു മുതൽ ഇന്നുവരെ ഞാൻ ആലയത്തിൽ വസിച്ചിട്ടില്ല. കൂടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്കും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കും ഞാൻ സഞ്ചരിച്ചു. ഇസ്രായേലിനോട് കൂടെ സഞ്ചരിക്കുമ്പോൾ എപ്പോഴെങ്കിലും എൻ്റെ ജനത്തെ മേയിക്കാൻ നിയോഗിച്ച ഇസ്രായേൽ ന്യായാധിപന്മാരിൽ ആരോടെങ്കിലും എനിക്ക് ദേവദാരു കൊണ്ട് ആലയം പണിയിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? എൻ്റെ ദാസനായ ദാവീദിനോട് നീ പറയണം, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ആട് മേയിച്ച് നടന്ന നിന്നെ എൻ്റെ ജനമായ ഇസ്രായേലിന് രാജാവായി ഞാൻ തിരഞ്ഞെടുത്തു. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെയുണ്ടായിരുന്നു. നിന്റെ മുൻപിൽ നിന്ന് ശത്രുക്കളെയെല്ലാം ഞാൻ ഛേദിച്ചു കളഞ്ഞു. ഞാൻ നിന്നെ ഭൂമിയിലെ എല്ലാ മഹാന്മാരെയും കീർത്തിമാനാക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാനൊരു സ്ഥലം നിശ്ചയിക്കും. സ്വന്തം സ്ഥലത്ത് അവർ സ്വൈര്യമായി വാസമുറപ്പിക്കും. ഇസ്രായേലിനെ ഭരിക്കാൻ ന്യായാധിപന്മാരെ നിയമിച്ച ആദ്യകാലത്തെന്ന പോലെ അക്രമികൾ ഇനി അവരെ നശിപ്പിക്കുകയില്ല. നിന്റെ ശത്രുക്കളെ ഞാൻ കീഴ്പ്പെടുത്തും. കൂടാതെ ഞാൻ നിനക്ക് ഒരു ഭവനം പണിയും. നീ ആയുസ് പൂർത്തിയാക്കി പിതാക്കന്മാരോട് ചേരുമ്പോൾ നിന്റെ പിൻഗാമിയായി നിന്റെ മക്കളിൽ ഒരുവനെ തന്നെ ഞാൻ ഉയർത്തുകയും അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കുകയും ചെയ്യും. അവൻ എനിക്ക് ആലയം പണിയും. അവൻ്റെ സിംഹാസനം ഞാൻ എന്നേക്കും നിലനിർത്തും. ഞാൻ അവന് പിതാവായിരിക്കും, അവൻ എനിക്ക് പുത്രനും. നിന്റെ മുൻഗാമിയിൽ നിന്ന് എന്ന പോലെ ഞാൻ എൻ്റെ സ്നേഹം അവനിൽ നിന്ന് പിൻവലിക്കുകയില്ല. ഞാൻ അവനെ എൻ്റെ ഭവനത്തിലും എൻ്റെ രാജ്യത്തിലും എന്നേക്കും ഉറപ്പിക്കും. അവൻ്റെ സിംഹാസനം എന്നും നിലനിൽക്കും. ഈ ദർശനവും വാക്കുകളും നാഥാൻ ദാവീദിനെ അറിയിച്ചു. അപ്പോൾ ദാവീദ് രാജാവ് അകത്തുപോയി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞു, കർത്താവായ ദൈവമേ, അവിടുന്ന് എന്നെ ഈ നിലയിൽ എത്തിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ? ദൈവമേ, അവിടുത്തേക്ക് ഇത് നിസ്സാരമായിരുന്നു. ഈ ദാസൻ്റെ കുടുംബത്തിന് വരാൻ പോകുന്ന കാര്യങ്ങൾ കൂടി അവിടുന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. വരാനിരിക്കുന്ന തലമുറകളെ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അങ്ങ് ഈ ദാസന് നൽകിയ ബഹുമാനത്തെക്കുറിച്ച് ദാവീദിന് ഇനി എന്തു പറയാൻ കഴിയും? ഈ ദാസനെ അവിടുന്ന് അറിയുന്നുവല്ലോ. കർത്താവേ, ഈ ദാസന് വേണ്ടി ഈ വലിയ കാര്യങ്ങളെല്ലാം അവിടുന്ന് സ്വമനസ്സ ചെയ്തിരിക്കുന്നു. അവ പ്രസിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവേ, അങ്ങയെപ്പോലെ മറ്റൊരു ദൈവത്തെപ്പറ്റി ഞങ്ങൾ കേട്ടിട്ടില്ല. അങ്ങല്ലാതെ വേറെ ദൈവമില്ല. അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പോലെ ഭൂമിയിൽ വേറെ ഏത് ജനമുണ്ട്? അങ്ങ് ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വന്തം ജനമാക്കി. മഹാത്ഭുതങ്ങളും കൊടും ചെയ്തികളും വഴി അവരുടെ മുൻപിൽ നിന്ന് ജനതകളെ നിർമ്മാർജ്ജനം ചെയ്ത് മഹത്വം ആർജിച്ചു. കർത്താവേ, അങ്ങ് ഇസ്രായേലിനെ എന്നേക്കും അങ്ങയുടെ ജനമായി തിരഞ്ഞെടുത്തു. അങ്ങ് അവർക്ക് ദൈവമായി തീർന്നു. കർത്താവേ, ഈ ദാസനെയും കുടുംബത്തെയും സംബന്ധിക്കുന്ന അങ്ങയുടെ വാക്ക് എന്നേക്കും നിലനിൽക്കട്ടെ. അരുളി ചെയ്തതുപോലെ അവിടുന്ന് പ്രവർത്തിക്കണമേ. അങ്ങയുടെ നാമം എന്നേക്കും നിലനിൽക്കുകയും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് ഇസ്രായേലിൻ്റെ ദൈവം എന്ന് ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്യട്ടെ. അങ്ങയുടെ ഈ ദാസൻ്റെ ഭവനം എന്നേക്കും അങ്ങയുടെ മുൻപിൽ നിലനിൽക്കട്ടെ. എൻ്റെ ദൈവമേ, അവിടുന്ന് ഈ ദാസന് വേണ്ടി ഒരു ഭവനം പണിയുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ ദാസൻ ധൈര്യപ്പെടുന്നു.
കർത്താവേ, അങ്ങാണ് ദൈവം. ഈ ദാസന് ഈ വലിയ നന്മകൾ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആകയാൽ അവിടുത്തെ ദാസന്റെ ഭവനത്തെ അനുഗ്രഹിക്കാൻ തിരുമനസ്സാകണമേ. അങ്ങനെ അത് എന്നും അവിടുത്തെ മുൻപിൽ ആയിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവേ, അങ്ങ് അനുഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹീതമായിരിക്കും.